ഇവിടെ ഭൂരിഭാഗവും പ്രകാശനം ചെയ്യപ്പെടുന്നത് കവിതകളും കഥകളും ഒക്കെയാണ്. അതില് വളരെ തുച്ഛമായ അക്കാദമിക് പുസ്തകങ്ങളെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ മാഷ് പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകളിലെ മാഷിന്റേതായ ചില ഭാഷണങ്ങളാണ് ആ പുസ്തകത്തിൽ പലപ്പോഴും ചിതറിക്കിടക്കുന്നത്. ഇന്നലെയാണ് വെള്ളിയോടൻ അതൊന്ന് കയ്യിൽ കിട്ടിയിട്ടത്. അപ്പം അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ അത് പരിചയപ്പെടുത്തുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ, റജിമാഷ ആദ്യമായിട്ട് കാണുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിക എസ് എൻ കോളേജിലെ സെമിനാറിൽ പങ്കെടുത്തപ്പോഴാണ്. മലയാള വിഭാഗം അധ്യാപകനായിരുന്നു അന്ന്. ഇന്ന് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ, കഴിഞ്ഞ ദിവസം തുടങ്ങിയപ്പോൾ ഒരുപാട് അതിശയങ്ങൾ. കാരണം നമ്മുടെ കഥയും കവിതയും നടന്നുപോയ വഴികളെ കുറിച്ച് എത്ര മനോഹരമായാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് തോന്നിപ്പോകുന്നു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഡിഗ്രിക്കൊന്നും മലയാളം പഠിക്കാൻ കഴിയാത്ത എനിക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഒന്ന് ഇരിക്കണം എന്ന് കൂടി തോന്നിപ്പോയി. ഇപ്പോ ദൃശ്യ പറഞ്ഞു, ഓൺലൈൻ ക്ലാസ്സുകളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടാണ് ഇത് പുസ്തകമാക്കിയത് എന്ന്. അപ്പൊ അത്രമേൽ ജ്ഞാനം, അറിവ് തന്റെ ശിഷ്യർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ ക്ലാസ്സുകളിൽ ഒന്ന് ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടായിപ്പോയി. ഒരു കവിതയെക്കുറിച്ച്, ഒരു നിരൂപണത്തെക്കുറിച്ച് പറയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ ഫിക്ഷനെ, കഥകളെക്കുറിച്ചോ കവിതകളെക്കുറിച്ചോ നോവലുകളെക്കുറിച്ചോ ഒക്കെ നിരൂപിച്ച് സംസാരിക്കുക കുറച്ചുകൂടി സൗകര്യപ്രദമാണ്, എളുപ്പമല്ല സൗകര്യപ്രദമാണ്. അത്തരമൊരു നിരൂപണ ഗ്രന്ഥത്തെക്കുറിച്ച് തന്നെ പറയുക എന്ന് പറയുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരമൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൃശ്യ എന്നെ ഏൽപ്പിച്ചത്. പ്രത്യേകിച്ച് വലിയൊരു അറിവും ജ്ഞാനമണ്ഡലവും ഇല്ലാത്ത ഒരാളായ എനിക്ക് ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരുപാട് ഉപകാരം വ്യക്തിപരമായിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഇതിലെ നമ്മുടെ കഥകളും കവിതകളും നടന്നുപോയ വഴികളെ കുറിച്ച്, പിന്നെ നമ്മുടെ മുൻകാല എഴുത്തുകാരെ കുറിച്ച്, കാലത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച്, തീർച്ചയായിട്ടും കഥകളുടെ അല്ലെങ്കിൽ കവിതകളുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് ഒരു പരിവർത്തനങ്ങൾ, വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ പുരോഗതിയെ, ആ മാറ്റങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ചില പുരോഗമനപരമായ മാറ്റങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പല പിന്തിരിപ്പന്മാരും സാഹിത്യത്തിൽ പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. പല നവീനമായ രചനാശൈലികളെയും അംഗീകരിക്കാൻ കഴിയാത്ത എഴുത്തുകാർ, നിരൂപകന്മാരുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ ഓരോരോ വ്യക്തികൾ, ഗുപ്തൻ നായരെ കുറിച്ച്, ഗുപ്തൻ നായരുടെ നിരൂപണ ശൈലിയെ കുറിച്ച്, എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് അദ്ദേഹം കഥകളെ കവിതകളെ കണ്ടത്, വായിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.